സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പിടികിട്ടിട്ടുണ്ടാവും. കാരണം റീസെൻ്റ്ലി നമ്മൾ ചെയ്തൊരു വർക്കും ഇതും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആ ഒരു വർക്കാണ് കസ്റ്റമർ നമ്മളോട് റെഫറൻസ് ആയിട്ട് പറയാൻ തന്നിട്ടുണ്ടായിരുന്നതും. അപ്പോൾ ഈ കാണുന്ന ഇത്രയും ഐറ്റംസ് നമുക്കൊരു ബാഗ് ഹാമ്പറിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു മിനി ഫ്രെയിം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഹിജാബ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ടാണ് നമ്മളത് ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലിപ്പ്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, ഈ ഒരു അത്തർ, പിന്നെ സ്ക്രഞ്ചീസ്, നമ്മുടെ ആനിവേഴ്സറി വിഷ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്ന ബാഗ് ഹാമ്പറിലാണ് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ആദ്യമേ നമുക്കൊരു ടോപ്പറൊക്കെ വെച്ചിട്ടൊന്ന് കളറാക്കാം. ഇനി ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് അടുക്കി പെറുക്കി വെക്കാം. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം കുറച്ച് സാധനങ്ങൾക്കേ ഉള്ളൂ എങ്കിലും ഇങ്ങനെയുള്ള ഗിഫ്റ്റ്സുകൾ എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഫൈനലി നമ്മളൊരു ആനിവേഴ്സറി വിഷോട് വെച്ചിട്ട് നമ്മുടെ ഹാമ്പറിന്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബാഗ് ഹാമ്പറിന്റെ ഫൈനൽ ലുക്ക്. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം, നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ആദ്യമേ കണ്ട് സർപ്രൈസ് പൊളിഞ്ഞു പോകണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് റാപ്പ് ചെയ്തിട്ടാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബാഗ് ഹാമ്പറിന്റെ ബിഹൈൻഡ് സ്റ്റോറീസ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ.